നമ്മളൊരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ റെപ്രസെന്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പോലും നമ്മൾ വിശ്വസിക്കുന്നത് പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസ് ഏതൊരു കോഴ്സും ഓരോ ചാപ്റ്റേഴ്സ് എടുക്കുമ്പോൾ ക്ലാസ്സിൽ നിന്ന് എന്തൊക്കെ നോട്ട് തന്നാലും നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് റിവൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ അറിഞ്ഞ ചില പോയിന്റ്സിൻ്റെ നോട്ട്സ് ഉണ്ടാക്കി കൊടുക്കുക. എക്സാം പാസ്സാവാൻ ഭയങ്കര മിടുക്കന്മാരാണെന്ന് പറയാം. പക്ഷെ അവർ പറയുന്ന ഒരു രണ്ടാമത്തെ ഒരു പാർട്ടുണ്ട്, എംപ്ലോയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ജോലി കൊടുക്കാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഞാനൊരു സ്ഥാപനം നടത്തുന്നുണ്ടെങ്കിൽ ആ സ്ഥാപനത്തിൽ എനിക്കൊരു ജോലിക്കാരനായിട്ട് എനിക്കൊരാളെ എടുക്കാൻ വേണ്ടി പറ്റുക എന്ന് പറയുന്ന സാധനമല്ലേ. ഡെന്റൽ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പോലത്തെ ഒരു കമ്മ്യൂണിറ്റിയിൽ നിർബന്ധം ഉണ്ടെങ്കിൽ മാത്രം ചെയ്യുന്ന കാര്യമാണ്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. നിങ്ങളുടെ ഡെർമറ്റോളജി എത്ര എസ്റ്റാബ്ലിഷ് ആയി, ഇത്ര വർഷം കഴിഞ്ഞപ്പോൾ കോസ്മെറ്റോളജി അല്ലെങ്കിൽ ആളുടെ കെയറിങ്, പേഴ്സണൽ കെയറിംഗ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നത് കാരണം MBBS BDS എന്നുള്ളൊരു സംഭവം നമ്മൾ ഇപ്പോൾ ഫിനാൻസിന്റെ കേസിൽ വരുന്ന സമയത്ത് BDS ഇസ് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ രണ്ടും നമ്മളൊരു കോൺട്രവേഴ്സി ആയിട്ട് പറയില്ല, പക്ഷേ ആസ് എ BDS നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു റിയാലിറ്റി മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. സമയത്തിൻ്റെ ആഗ്രഹം തന്നെ എന്തായാലും ഡെന്റിസ്റ്റ് ആവട്ടെ. പിന്നെ ഡെന്റിസ്റ്റ് ജോയിൻ ചെയ്ത സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ഫസ്റ്റ് ഇയറിൽ നമുക്കൊരു ഡോക്ടറിനൊക്കെ ആഗ്രഹിച്ചു വന്ന് പ്ലാസ്റ്റിക് കൈവക്കൊക്കെ ആകുമ്പോഴും തോന്നരുതൊന്നുമില്ല, ഇത് എന്തായാലും വന്ന് പറ്റുമോ ആ തോന്നൽ എനിക്കും. MBBS കിട്ടിയില്ല എന്നുള്ള സങ്കടത്തിൽ ഒരു മനുഷ്യനോട് ഇരുന്ന് പോകരുത്. ഓക്കെ, ക്ലിയർ, തംസ് അപ്പ്. ഓക്കെ, ഫൈൻ. നമ്മൾ ഡ്രിവൺ ഫോക്കസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അതിന് ഫോക്കസ്ഡ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വി വിൽ അച്ചീവ് ദാറ്റ്. ഡെഫിനറ്റ്ലി വിൽ അച്ചീവ് ദാറ്റ്.